അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധ മറിയം ത്രേസ്യയുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെയാണ് കേട്ടോ ഗേറ്റ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ വീടുണ്ട്. പിന്നെ അവിടെ മറിയം ത്രേസ്യ ഉപയോഗിച്ച കിണർ, അതുപോലെ മൗതിക അനുഭവ ഹാളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ അപ്പുറത്തൊരു ബോർഡ് കണ്ടിട്ട് റോഡിൻ്റെ അപ്പുറത്ത് അത് വിശുദ്ധ മറിയം ത്രേസ്യ ജ്ഞാനസ്നാനം സ്വീകരിച്ച പള്ളി ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകണം. അതിന് മുമ്പ് നമുക്ക് മറിയം ത്രേസ്യയുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വീടും കാര്യങ്ങളും പരിസരമൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, ഉച്ച സമയമാണത്, കാരണം അധികം ആൾക്കാരൊന്നും ഇല്ല. ഇവിടെയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിപ്പോൾ ഒരു കോൺവെൻ്റാണ് കേട്ടോ. അത് വീട് അവിടെ ഉണ്ട്. വീട് തൊട്ട് തന്നെ കോൺവെൻറ്റും ഉണ്ട്, സിസ്റ്റർമാരൊക്കെ ഉണ്ട് അവിടെ. അവിടെ വെച്ചിട്ടുണ്ട് മറിയം ത്രേസ്യയുടെ ജന്മഗ്രഹം, അതുപോലെ മൗതികാനുഭവ ആള്, മറിയം ത്രേസ്യ ഉപയോഗിച്ച കിണർ, കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മറിയം ത്രേസ്യ നടന്ന വഴികളും കാര്യങ്ങളുണ്ടാണ്. ഇതാണ് കേട്ടോ റോഡ്, ചെറിയൊരു റോഡ് വരുന്നുണ്ട് ഇവിടെ. ഇത് പുത്തഞ്ചിറ, അതുപോലെ പുത്തഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ കുഴിക്കാട്ടുശ്ശേരി, ഇവിടെ നിന്നൊരു കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറിയം ത്രേസ്യയെ അടക്കം ചെയ്തിട്ടുള്ള ഒരു ദേവാലയമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം.
പുത്തൻചിറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഫുള്ള് ആമ്പലും ഇതൊക്കെയാണ് കേട്ടോ. പാടമാണ് ഫുള്ള്, പാടവും ചിറയൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റെപ്പുകളാണ് കേട്ടോ താഴേക്ക്. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ളൊരു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ പുത്തൻചിറ. അതുപോലെ കുഴിക്കാട്ടുശ്ശേരി ഈ ഒരു 3-4 കിലോമീറ്ററിനുള്ളിലാണ് മരിയൻ ഭവനം. അതുപോലെ ഭൗതിക ശരീരം വെച്ചിട്ടുള്ള പള്ളി, അതുപോലെ മരിയൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച പള്ളി നമ്മുടെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പരിസരത്താണ് സ്ഥിതി ചെയ്യണം കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് ഇത് വരുന്നത്. കുഴിക്കാട്ടുശ്ശേരി അതുപോലെ പുത്തൻചിറ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു അവസാനം ഒരു മരിയൻ രൂപം. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് അടിപൊളി വ്യൂ കേട്ടോ, പാടം. അതുപോലെ ആ പാടത്ത് ഫുള്ള് ആമ്പല് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടെ ഒരു തോട് ഒഴുകിപ്പോണ്ട്. ഇത് മിക്കവാറും ചിറയിലേക്കുള്ളതാവും. അങ്ങനെയൊക്കെ ആവണം പുത്തൻചിറ എന്നുള്ള പേര് ഈ ഗ്രാമത്തിന് വന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ ചെറിയൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിറയെ വെള്ളം കിട്ടും. ആമ്പലും കാര്യങ്ങളൊക്കെ ദൂരം നിന്ന് ഇങ്ങനെ ഒഴുകി വരാം കേട്ടോ. ഇപ്പം അടുത്ത് കണ്ടില്ലേ, ഫുള്ള് ആമ്പലാട്ടോ. വെള്ള നിറത്തിലുള്ള ആമ്പലിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ഫുള്ളായിട്ട്. ഒരു ബസ് പോകുന്നുണ്ട്. ആ ബസ് മിക്കവാറും തൃശ്ശൂർക്കുള്ളതാവും. എനിക്കെന്തായാലും അടുത്ത ബസ്സിന് പോകണം. അപ്പോൾ ഈ പള്ളി ഇതൊക്കെ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു വിശുദ്ധ മറിയം ത്രേസ്യയെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പള്ളിയിലൊക്കെ മറിയം ത്രേസ്യ വന്നിട്ടുള്ളതാണ്. മറിയം ത്രേസ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പള്ളിയിൽ തണലത്തേക്ക് നിന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക മനസ്സിനൊക്കെ ഒരു പ്രത്യേക ഒരു വിശുദ്ധ മറിയം ത്രേസ്യ ജനിച്ചത് 1876-ലാണ്. അതുപോലെ മരിക്കണത് 1926-ലാണ് മരിക്കുന്നത്. അതുപോലെ അവിടുന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2000-ൽ ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് വിശുദ്ധ മറിയം ത്രേസ്യനെ വാഴ്ത്തപ്പെട്ടവളായിട്ട് അംഗീകരിക്കുന്നത്. അതുപോലെ അവിടുന്ന് കുറച്ച് വർഷങ്ങളും കൂടി കഴിഞ്ഞിട്ട് 2019-ലാണ് വിശുദ്ധ മറിയം ത്രേസ്യനെ വിശുദ്ധയായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ വിശുദ്ധ മറിയം ത്രേസ്യയുടെ കുടുംബം മങ്കുഴി കുടുംബം എന്നാണ്. ഒരു 7 മക്കളുണ്ടായിരുന്നത്. അതിലവർ കുറേ കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിട്ട് അവർ കല്യാണം കഴിച്ച് വിടാനൊക്കെ ആയിട്ട് അവർ കുറേ സ്വത്തൊക്കെ വിറ്റിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററിയൊക്കെ കുറേ എനിക്ക് കുറച്ചൊക്കെ വായിച്ചു നോക്കിയിട്ടുള്ളൂ, ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും മറിയം ത്രേസ്യനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഹിസ്റ്ററി വിക്കിപീഡിയയിലൊക്കെ ഉണ്ട്, അത് തപ്പിയാൽ മതി. അങ്ങനെ ഇപ്പോൾ മങ്കുഴി കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് മങ്കുഴി എന്നാണ്. ഞാൻ ബസ്സിൽ കയറിയപ്പോൾ മങ്കുഴി നിർത്താൻ പറഞ്ഞപ്പോൾ അവർ മങ്കുഴി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ഇപ്പോൾ വീടുള്ള സ്ഥലത്തിൻ്റെ പേര്. അതുപോലെ ഇത് പുത്തൻചിറ, പിന്നെ കുഴിക്കാട്ടുശ്ശേരിയാണ് ഭൗതിക ശരീരം വെച്ചിട്ടുള്ളത്. ഒക്കെ അടുത്തടുത്ത് തന്നെ 2-3 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഇതിപ്പോൾ മറിയം ത്രേസ്യയുടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച പള്ളിയാണ്. പള്ളിയുടെ ഇവിടുന്ന് കണ്ടില്ലേ, ഈ തെറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയും കാര്യങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ഭക്തി നിർഭരമായി അതൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല. ഞാൻ കുറേ നാളായി മറിയം ത്രേസ്യയുടെ വീടൊന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചെന്നപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, സിസ്റ്റർമാരൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ കയറി കണ്ടു, പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പം ഇനി നേരെ ഇന്ന് കൊരട്ടി പെരുന്നാളാണ്. അപ്പോൾ പോണ വഴിക്ക് പറ്റിയാണെങ്കിൽ കൊരട്ടി പള്ളിയിലൊന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.